friends, welcome to I Choose New World. ഹായ് അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ മാങ്ങഞ്ചി കൊണ്ട് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. മാങ്ങഞ്ചി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് മാങ്ങഞ്ചി. കാണാൻ ഇഞ്ചിയുടെ പോലെയാണെങ്കിൽ ഇതിന്റെ സ്മെല്ല് എന്ന് പറയുന്നത് നമ്മുടെ പച്ചമാങ്ങയുടെ സ്മെല്ലായിരിക്കും. അപ്പൊ ഈ മാങ്ങഞ്ചി കൊണ്ട് നമുക്ക് അച്ചാറും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. അപ്പൊ നമുക്ക് ഇന്ന് മാങ്ങഞ്ചി കൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാം. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാങ്ങഞ്ചിയുടെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10 ചെറിയുള്ളിയും 10 ഉണക്കമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു നെല്ലിക്കട വലിപ്പത്തിൽ വാളംപുളി എടുത്തു വെച്ചിട്ടുണ്ട്. വാളംപുളി ഞാൻ കുരുല്ലാത്ത വാളംപുളിയാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ മാങ്ങഞ്ചി തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങ ചിരകിയതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി തയ്യാറാക്കാം. ആദ്യം നമുക്ക് ചെറിയുള്ളി ഉണക്കമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഫ്രൈ പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഉണക്കമുളക് ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന്റെ ചൂടൊന്ന് പോയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ ഒന്ന് വിട്ടിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതൊക്കെ വഴറ്റിയെടുത്തിട്ടുള്ള ഈ വെളിച്ചെണ്ണ കളയണ്ട. നമുക്ക് ലാസ്റ്റ് ചമ്മന്തിയിൽ ഈ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. അപ്പൊ ഞാനതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങഞ്ചി ചേർത്ത് കൊടുക്കാം. തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള മാങ്ങഞ്ചി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ അതും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരമുറി തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൾസ് മോഡിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. അപ്പൊ ഞാനിതൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് വഴറ്റിയെടുത്തിട്ടുള്ള വെളിച്ചെണ്ണ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ മാങ്ങഞ്ചി കൊണ്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.